വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെ ജാമ്യം നേടിയിട്ട് ഹിരൺദാസ് മുരളി എന്ന വേടൻ പുറത്തു വന്നിട്ട് മാധ്യമങ്ങൾ പൊതിഞ്ഞപ്പോൾ പറഞ്ഞ വാചകങ്ങൾ എത്രയോ നീതിന്യായ വ്യവസ്ഥയെ മാനിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ സംസാരിച്ചത്. എനിക്ക് ചില തെറ്റുകൾ പറ്റി. ഞാൻ ലഹരി ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ, ലഹരി എന്ന് പറഞ്ഞാൽ രാസലഹരി ഉപയോഗിച്ചു എന്ന് അയാൾ പറഞ്ഞിട്ടില്ല. പുകവലിയും മദ്യവും ഒക്കെ കഴിക്കുന്നുണ്ട്. അത് പരമാവധി ഒഴിവാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ശ്രമിക്കും ഇനി ജീവിതത്തിൽ എന്ന് പറയുന്ന വളരെ പ്രതീക്ഷയുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആരെയും, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത പോലീസിനെയോ വനം ഉദ്യോഗസ്ഥരെയോ അല്ലെ കോടതിയോ എതിർത്തുകൊണ്ട് ഒരു വാക്കും പറയാതെ വളരെ മാന്യമായിട്ടാണ് വേടൻ കോടതി വരാന്തയിൽ നിന്നും ഇറങ്ങിപ്പോയത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ കോടതിക്ക് കാര്യം മനസ്സിലായി എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇവിടെ നടന്നത്. കേരള പോലീസ്, വനം വകുപ്പ്, കേരള വനം വകുപ്പ് എന്താണെന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞു. വനം മന്ത്രി എന്ന് പറയുന്ന ഒരു മാന്യ മഹാനുഭാവൻ അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഒരു വകുപ്പ് ഇങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അതിൻ്റെ കൂടുതൽ ഇതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ ഇവിടെ മറ്റു ചില കാര്യങ്ങൾ ഈ വേടന്റെ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കോടതി അദ്ദേഹത്തെ കർശന വ്യവസ്ഥകളോടെ ജാമ്യം കൊടുത്ത് പുറത്തേക്ക് വിട്ടു. ഇനി ഇത് ആഘോഷിച്ച മാധ്യമങ്ങളെ കുറിച്ച് രണ്ടു വാക്ക് പറയാതെ നിവൃത്തിയില്ല. അതായത് വേടൻ നന്നായിട്ട് കവിതകൾ എഴുതും. അതിലെ ഒരു കവിതയിലെ ഒരു പ്രധാന വരി വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നാണ്. ഇത് കോട്ട് ചെയ്തിട്ട് മലയാളത്തിലെ ഒരു വലിയ മുഖ്യധാര ന്യൂസ് ചാനൽ, പേര് പറയാൻ മടിയില്ല, ഏഷ്യാനെറ്റ് കൊടുത്ത ടാഗ് ലൈൻ എന്തായിരുന്നു? കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം. മാധ്യമധർമ്മം എവിടെയാണ് ഏഷ്യാനെറ്റ് എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് വേടൻ പാടിയതിന് പകരം ഒരു ടാഗ് ലൈൻ കൊടുത്ത അവിടുത്തെ ഡെസ്കിരിക്കുന്ന ഏതോ ഒരു ജേർണലിസ്റ്റ് ആ ആളിന് ആദ്യം ഒരു ക്ലാസ് എടുത്ത് കൊടുക്കണം. ഏഷ്യാനെറ്റിന്റെ മാനേജ്മെന്റ്, തലപ്പത്തിരിക്കുന്ന ഒരു എഡിറ്റർമാര്, ഇങ്ങനെയാണ് ഒരു ടാഗ് ലൈൻ ഉണ്ടാക്കേണ്ടത്, ഇങ്ങനെയാണോ ഒരു ഇത് വേണ്ടത്? ഇനി അങ്ങനെ ഉണ്ടായത് ആഘോഷിച്ചവരോട് നമ്മൾ പറഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ല, എന്നാലും ഓർമ്മിപ്പിക്കുകയാണ്. കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം. നാണമില്ലേ? ഇതാണോ മാധ്യമ പ്രവർത്തനം? 5 ഗ്രാം, 6 ഗ്രാം പോലും ഇല്ല, 5 ഗ്രാമിന് സംതിങ് കഞ്ചാവ് പിടിച്ചൊരു കേസില്, സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന കേസില് ഒരു മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ചാനൽ കൊടുത്ത തലക്കെട്ടാണ് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം. നിങ്ങളിനി എന്നാണ് ശരിയായ മാധ്യമ പ്രവർത്തനം പഠിക്കുക? നിങ്ങളുടെ മുതലാളി കേരളത്തിന്റെ BJP സംസ്ഥാന പ്രസിഡന്റാണല്ലോ ഇപ്പോൾ, രാജീവ് ചന്ദ്രശേഖർ. നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അധപ്പതനത്തിന്റെ അടുത്ത ഒരു ഘട്ടമായിട്ട് ഞങ്ങൾ ഇതിനെ വിലയിരുത്തുന്നു. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ന്യൂസ് ചാനലിന്റെ അധപ്പതനത്തിന്റെ അടുത്ത ഘട്ടമായിട്ട് നിങ്ങളുടെ ചാനൽ ഇനി ആരും കാണരുത് എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ അവിടുന്ന് എത്തിപ്പെടും ഏഷ്യാനെറ്റ്. അതുപോലെ ഏഷ്യാനെറ്റിനെ അനുകൂലിക്കുന്ന അതേ നിലപാട് സ്വീകരിക്കുന്ന മറ്റ് ചാനലുകളും ആരൊക്കെ ആവട്ടെ. മുത്തശ്ശി പത്രങ്ങളുടെ 2 ചാനലുണ്ടല്ലോ ഇവിടെ. പുതിയ ആൾക്കാർ ഇവിടെ കളം നിറയും, കളം പിടിക്കും. ന്യൂസ് മലയാളം പോലെ പുതിയ ചാനലുകൾ വന്ന് കളം പിടിക്കും. നിങ്ങളൊക്കെ ഔട്ടായി പോവും ചുവരെഴുത്ത് വായിച്ചിട്ടില്ലെങ്കിൽ. റൈറ്റിംഗ് ഓൺ ദ വാൾസ്. അതാണ് ഞങ്ങളിവിടെ പറയുന്നത്. ഇങ്ങനെയാണോ ആഘോഷിക്കേണ്ടത്? അപ്പൊ അതിന്റെ ബാക്കിയിലേക്ക് വരാം. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവില് വേടൻ ഇന്റർവ്യൂ ചെയ്തത് അനൂപ് മേനോൻ എന്ന നടനാണ്, മലയാള സിനിമയിലെ നടൻ. അതിൽ ചോദിക്കുന്നുണ്ട് ചില ചോദ്യങ്ങൾ. ആ ഇന്റർവ്യൂ നമ്മൾ കാണണം, കേൾക്കണം. അപ്പൊ വേടൻ പറയുന്നുണ്ട്, ഓരോ 1/2 കിലോമീറ്ററിലും ജാതി മാട്രിമോണിയുടെ പരസ്യം കാണുന്ന സിറ്റിയാണ് എറണാകുളം. ഓരോ 1/2 കിലോമീറ്ററിലും ഈ കാലത്ത് കേരളം വളരെ പുരോഗമനമാണെന്ന് അവകാശപ്പെടുന്ന കേരളത്തില് ഓരോ 1/2 കിലോമീറ്ററിലും ജാതി മാട്രിമോണിയുടെ വിവാഹ പരസ്യം, ബ്രാക്കറ്റ് ഞങ്ങൾ പറയുന്നു, പരസ്യം കാണുന്ന സിറ്റിയാണ് എറണാകുളം എന്ന് പറഞ്ഞാൽ വേടൻ പറഞ്ഞതിന്റെ അർത്ഥം ജാതി ഇന്നും ഇവിടെ ജാതിയായിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ മാത്രമല്ല, നഗരങ്ങളിൽ പോലും വിവാഹ പരസ്യത്തിന് പോലും ഹോർഡിങ്സ് വെക്കുന്നത്, പരസ്യ ബോർഡുകൾ വെക്കുന്നത് ജാതി പറഞ്ഞുകൊണ്ടാണ്.
ജാതിയില്ലാത്ത ഏക മാട്രിമോണി കേരള മാട്രിമോണി മാത്രമേ ഉള്ളൂ ജാതിരഹിത വിവാഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ജാതി മാട്രിമോണുകൾ ആഘോഷിക്കുന്ന ഒരു കേരളത്തെ കുറിച്ചിട്ടാണ് വേടൻ പറയുന്നത്. അനൂപ് മേനോൻ എന്ന് പറയുന്ന നടനോട്. അനൂപ് മേനോന് ഉത്തരവില്ലാതെ പോയി. അവിടെയാണ് വേടന്റെ പ്രസക്തി. അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചോ മദ്യപിച്ചോ അതിനൊന്നും ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. അതിന് പിന്നെ പുലിപ്പല്ല് കഴുത്തിലിട്ടോ അതിനൊന്നും ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. പക്ഷേ വേടൻ ഉയർത്തിയ വിഷയങ്ങൾ നമുക്ക് മറന്നു കളയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്ന ജാതീയത ഇപ്പോഴും എത്ര ശക്തമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ പറഞ്ഞു വരുന്നത്, കൊമ്പ് വാങ്ങിയവന്റെ നാട്ടിൽ പല്ല് വാങ്ങിയവൻ കടുങ്കൈ ചെയ്തവനാണ്. മനസ്സിലല്ലേ? കൊമ്പ് വാങ്ങിയവന്റെ നാട്ടിൽ ആനക്കൊമ്പ് കാശ് കൊടുത്തായിരിക്കുമല്ലോ വാങ്ങിയത്. ആനക്കൊമ്പ് ജോഡികൾ വാങ്ങി വെച്ചവന്റെ നാട്ടിൽ പല്ല് വാങ്ങിയവൻ, പുലിനകം അല്ലെ പുലിപ്പല്ല് വാങ്ങിയവൻ ഏതൊരു പരിപാടിക്ക് സംഭാവന ചെയ്തു ആരോ, അതിൻ്റെ പേര് അദ്ദേഹം കേസിൽ ഇപ്പം പ്രതിയാക്കപ്പെട്ടു. അപ്പൊ അങ്ങനെയുള്ളവർ കുടുങ്ങും. അതാണ് ഞങ്ങൾ പറയുന്നത്, കൊമ്പ് വാങ്ങിയവന്റെ നാട്ടിൽ പല്ല് വാങ്ങിയവൻ കുടുങ്ങും എന്നാണ് ഇപ്പോഴത്തെ ഈ വേടൻ സംഭവവികാസങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഷേക്സ്പിയർ നാടകത്തിലെ പിന്നെ സീസർ കാഷ്യസിനെ കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്. അത് പറഞ്ഞത് ഈ വീഡിയോ അവസാനിപ്പിക്കുക. എങ്ങനെയാണ് സീസർ കാഷ്യസിനെ കുറിച്ച് പറയുന്നത്? കാഷ്യസിനെ കുറിച്ചുള്ള കമന്റ് സീസറുടെ, അയാളിൽ സംഗീതമില്ല, അതുകൊണ്ട് അപകടകാരി ആയിരിക്കും, സൂക്ഷിക്കുക. ഇപ്പൊ സംഗീതം അയാളിൽ ഇല്ലാത്തത് കൊണ്ട് അയാൾ അപകടകാരി ആയിരിക്കും. ഇവിടെ ഇപ്പം മറിച്ച് നമ്മൾ പറയേണ്ടി വരുന്നതാണ്, വേടനിൽ സംഗീതമുണ്ട്, അതുകൊണ്ട് അപകടകാരിയാണ്, അവനെ ഇല്ലാതാക്കണം. എങ്ങനെയുണ്ട്? ഇത് ഷേക്സ്പിയറിന്റെ ഒരു പുനർവായനയാണ്. ജൂലിയസ് സീസറെ കുറിച്ചുള്ള നാടകത്തെക്കുറിച്ചുള്ള പുനർവായനയാണ്. അപ്പൊ സംഗീതം ഇല്ലാത്തവന് അപകടകാരിയാണ് എന്നൊരു തിയറി, സംഗീതം ഉള്ളിലുള്ളവനും അപകടകാരിയാണെന്നുള്ള മറുവശം, അതും ഒരു തിയറിയായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ സംഗീതത്തെ പേടിക്കുന്നവര് ആരാണ്? സംഗീതമില്ലെങ്കിൽ പേടിക്കുന്നു, സംഗീതമുണ്ടെങ്കിലും പേടിക്കുന്നവർ ആരാണ്? അതിവിടുത്തെ വരേണ്യ വർഗമാണ്, സവർണ ആധിപത്യമാണ്. ഇപ്പോഴും ഉള്ളിൽ ജാതി കോമരങ്ങൾ അടക്കി വാഴുന്ന ഇവിടുത്തെ ആധിപത്യമാണ്, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളാണ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളത് വ്യക്തിപരമായിട്ട് പറയില്ല. പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്. ഇപ്പം എന്താ വിഷയം? ലഹരി വ്യാപനത്തിനെതിരെ കടുത്ത നടപടി സർക്കാർ സ്വീകരിക്കും, അതിനെ അട്ടിമറിക്കാൻ ഒരു വലിയ നാടകം അരങ്ങേറിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പോലീസ് ഒരു നടപടി എടുക്കുന്നു, അപ്പം ഞങ്ങൾക്ക് നാളാവണമല്ലോ എക്സൈസിനും ഫോറസ്റ്റിനും. ഞങ്ങൾ നടപടി എടുക്കുന്നു, ഞങ്ങളെല്ലാം മാന്യന്മാരാണ്. 5 ഗ്രാം കഞ്ചാവ് പിടിച്ച കേസെടുക്കും. പക്ഷെ 5 കിലോ കഞ്ചാവ് കൊണ്ട് പോകുന്നവരും ഇവരുടെ മുന്നിൽ കൂടെ ഫ്രീ ആയിട്ട് അങ്ങ് പോകും, കാറിൽ പോകും, തൊടില്ല, അറസ്റ്റ് ചെയ്യില്ല. 5 കിലോ കഞ്ചാവായിട്ട് പോവാം, പിടിക്കത്തില്ല. 5 ഗ്രാം ഉള്ളവനെ പിടിക്കും. നിങ്ങളെ എന്ത് നിയമപാലകരാ നിങ്ങളൊക്കെ? നിങ്ങൾ എന്ത് നിയമമാണ് ഈ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നത്, ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത്? അപ്പൊ കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ, കാമ്പയിനെ അട്ടിമറിക്കാൻ അരങ്ങേറിയൊരു നാടകം. അതിൻ്റെ അകത്ത് പോലീസ് ഉണ്ട്, എക്സൈസ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ഈ വകുപ്പിലെ ചില ഈ പറയുന്ന കൃമികളുണ്ട്. എല്ലാവരുമല്ല, പോലീസിൽ നല്ല പോലീസുകാരുണ്ട്, ഞങ്ങൾ കുറ്റം പറയത്തില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ വളരെ മാന്യന്മാരുണ്ട്, അതുപോലെ എക്സൈസിലുണ്ട്. പക്ഷേ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു ന്യൂനപക്ഷം ഈ പോലീസ് സേനയിലും ഈ പറയുന്ന ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനകളിലുമുണ്ട്, ഫോറസ്റ്റ്, എക്സൈസ് ഉൾപ്പെടെ. അവരെ പിണറായി സർക്കാർ തിരിച്ചറിഞ്ഞിട്ട് അവരെ നിലയ്ക്ക് നിർത്തണം. അല്ലെങ്കിൽ തുടർഭരണം എന്നുള്ളതൊക്കെ പിന്നെ മാറി ചിന്തിക്കേണ്ടി വരും. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ. അത് പറഞ്ഞുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.